കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏയ് എന്താ നിന്റെ പ്രശ്നം? ഒരു വട്ടം പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ആ എന്താ മോളെ, ഇവൻ നിന്നെ ഉപദ്രവിക്കുക മറ്റോ ചെയ്തോ? ഇയാളിന്ന് എന്റെ വീട്ടിൽ വന്നു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കു ചേട്ടാ. ഇനി ഒരിക്കലും മോളുടെ പിറകെ ഇവൻ വരില്ല. ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ഏയ് എന്താണ് നിനക്ക്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ചെയ്ത തെറ്റ് നീ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണല്ലോ. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നു കളഞ്ഞേനെ. നിന്നെ കൈവയ്ക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്താ നിന്റെ പ്രോബ്ലം? നിന്റെ തലയ്ക്ക് തീരെ സുഖമില്ലേ? അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിന്റെ പേര് വിശേഷ് എന്നല്ലായിരുന്നു വേണ്ടിയിരുന്നത്, വിചിത്രം എന്നിടായിരുന്നു. പ്രണയത്തിന്റെ സുഖം അത് പ്രണയിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ, അല്ലാണ്ട് നിന്നെ പോലുള്ളവർക്കല്ല. പ്രണയം മനസ്സിൽ പടർന്ന തീ പോലെയാണ്. ആ തീ അണയണമെങ്കിൽ കല്യാണം കഴിച്ചേ തീരൂ. നിനക്കതെല്ലാം എങ്ങനെ മനസ്സിലാവാനാ? വിട്ടേക്ക്. നീ എന്റെ കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാ നിനക്ക് എന്നോട് പ്രണയം തോന്നുള്ള പേടി ഉണ്ടായിരിക്കുമല്ലേ? ആയിക്കോട്ടെ, പോയിക്കോ മാഡം, സാറില്ല. എന്തൊക്കെയായാലും നിങ്ങളുടെ മനസ്സിൽ എന്നോട് പ്രണയം തോന്നിയല്ലോ, എനിക്ക് തോന്നി. ഇനി മുതൽ ഈ താലി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ ഒന്ന് മൂളിയാ മതി, മുഹൂർത്തം പോലും നോക്കാതെ താലി കെട്ടും ഞാൻ. നീ എന്തിനാ ചിരിക്കുന്നേ? പിന്നല്ലാതെ, നിന്റെ ഈ പൊട്ടത്തരം കാണുമ്പോ ചിരിക്കാതിരിക്കാൻ പറ്റൂ? അല്ല മോനെ, എന്താ ഇത്? താലിയും കയ്യിൽ വെച്ചോണ്ടാണോ നടക്കുന്നേ? എന്തൊരു മനുഷ്യനാ നീ? പ്രണയത്തോടെ കല്യാണം കഴിക്കണടാ, അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം പ്രണയിക്കരുത്. നിനക്ക് ആ പെൺകുട്ടിയെ ശരിക്കും ഇഷ്ടമാണോ? അവളെന്ന് വെച്ചാ എനിക്ക് ജീവനാ. അവളോടൊപ്പം ജീവിച്ചേ പറ്റൂ. അവളെ ഒരു കാരണവശാലും നഷ്ടപ്പെടാതിരിക്കാനാ അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ എനിക്കെന്റെ പഴയകാല ഓർമ്മ വരുന്നേ. നിന്നെ ഒരിക്കലും സഹായിക്കരുതെന്ന് കരുതിയതാ. പക്ഷെ ഇപ്പൊ എന്തോ നിന്നെ എനിക്ക് സഹായിക്കാൻ തോന്നുന്നു. നീ സത്യമാണീ പറയുന്നേ? ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്. നിന്നോട് അവൾക്ക് ഇഷ്ടം തോന്നിയാൽ ശരി, അതല്ലെങ്കിൽ നീ അപ്പ തന്നെ സ്ഥലം വിട്ടോണം. ശരി, എന്റെ ചേട്ടനെ പോലെ നിന്നെ ഞാൻ കാണുന്നത്. നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. അങ്ങനെയാണെങ്കിൽ ശരി, വാ. നീ ഇപ്പോ നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തേടുകയാണ്. അതെ. അവളെ കാണാത്തതിന്റെ വിഷമം നിനക്ക് നന്നായിട്ടുണ്ട്. അതെ. ഇതേ വിഷമം അവൾക്കും ഉണ്ടാവണം. എങ്ങനെ?
എങ്ങനെയെന്ന് പറഞ്ഞാ ആദ്യം നീ നേരെ അവളുടെ മുന്നിലേക്ക് ചെല്ലണം. എന്നിട്ട് നിന്റെ മനസ്സിലുള്ള പ്രണയം അവളെ അറിയിക്കണം. എന്ന് പറഞ്ഞാ നിന്റെ പല്ലു വിളിച്ച് താലി പിടിച്ചോണ്ട് അവളുടെ പുറകെ ഓടുകയല്ല. ഒരു പെണ്ണിന്റെ മനസ്സിൽ നമ്മൾ സ്ഥാനം പിടിക്കണമെങ്കിൽ ആദ്യം നീ അവളുടെ കണ്ണിൽ നല്ലവനാണെന്ന് തെളിയിക്കണം. അവള് നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവണം. അതേപോലെ നീ പെരുമാറണം. സ്വീകരിക്കാന്ന് വെച്ചാ? സ്വീകരിക്കാന്ന് വെച്ചാ നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, നിന്റെ ചിരി നന്നായിട്ടുണ്ട്, നീ നന്നായിട്ട് പാടുന്നുണ്ട്, നിന്നെ കാണാൻ ഭംഗിയുണ്ട്. ഇതെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. അതിന്റെ അർത്ഥം അവര് നിന്നെ പ്രണയിക്കുന്നു എന്നല്ല. എന്നാൽ ഈ വാക്കുകൾ എങ്ങനെ പ്രണയമാക്കി മാറ്റണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്. എങ്ങനെ? നോക്ക്, ആദ്യം നീ അവള് ചെയ്യുന്നതൊക്കെ കണ്ടു പഠിക്ക്. അവള് ചിലപ്പോ നിന്നെ കണ്ട് പേടിച്ചേക്കാം. എന്നാലും നീ കാഷ്വൽ ആയിട്ട് തന്നെ ഇരിക്കെ. ഇപ്പൊ അമ്പലത്തിൽ നീ കൈകൂപ്പി പ്രാർത്ഥിച്ചോണ്ട് നിൽക്ക്. ഒരു കാരണവശാലും നീ അവളെ നോക്കാനേ പാടില്ല. ഒരു 2-3 തവണ ഇങ്ങനെ നിന്നെ കണ്ട ഓട്ടോമാറ്റിക്കലി അവൾക്ക് നിന്നോടുള്ള പേടിയും വെറുപ്പൊക്കെ മാറിക്കോളും. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാ, ഒരു ദിവസത്തിൽ പലതവണ നീ അവളുടെ കൺവെട്ടത്ത് ചെന്ന് നിൽക്കണം. അവളുടെ വീടിന്റെ അടുത്ത്, അവള് പോകുന്ന അമ്പലത്തിന്റെ അടുത്ത്, കോളേജിന്റെ അടുത്ത്, അവൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം നിന്റെ പ്രസൻസ് ഉണ്ടാവണം. അപ്പൊ എന്താവെന്ന് വെച്ചാൽ അവളുടെ മനസ്സിലും അവളുടെ ജീവിതത്തിലും നീ ഒരു ഭാഗമായി എന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങും. അവള് കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമ്പോഴും നിന്റെ രൂപം അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങും. അതാണ് ഡിസ്റ്റർബൻസ്, ഹാർട്ട് ഡിസ്റ്റർബൻസ്. അങ്ങനെ മെല്ലെ മെല്ലെ കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കഴിയുമ്പോ അവള് പിന്നെ നിന്നെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ അവള് നിന്നെ കാണാൻ ശ്രമിക്കും, ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ അവളുടെ കണ്ണുകളില് നിന്നെ കുറിച്ചുള്ള സ്നേഹവും കരുതലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? പിന്നെ അവളുടെ കൺവെട്ടത്തേക്ക് വരാൻ പാടില്ല, ദൂരെ മാറി നിൽക്കണം. അയ്യോ, അതെന്താ? അതാണ് ലോക്ക്. എന്താന്നറിയോ നിനക്ക്? അവള് പയ്യെ പയ്യെ നിന്നെ തേടാൻ തുടങ്ങും. അയ്യോ, എന്നും കാണുന്ന ആളിന്ന് കാണുന്നില്ലല്ലോ, അയാൾ എവിടെ പോയി എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടം വളരും. കണ്ണുകളിൽ പ്രണയം കാണാൻ സാധിക്കും. അവൾ ഇനി എങ്ങാനും നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളെ നിന്റെ മിസ്സസ് ആക്കേണ്ടത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ നിന്റെ പ്രണയം അവളോട് ഓപ്പണായി പറയണം. പിന്നെ അവളുടെ വീട്ടുകാരെ സമ്മതിപ്പിക്കണം, നാട്ടുകാരെ സമ്മതിപ്പിക്കണം. എല്ലാവരുടെ സമ്മതവും കിട്ടിയ ശേഷം നീ അവളെ കല്യാണം കഴിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ താലിയും പിടിച്ചോണ്ട് നടന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഇപ്പൊ ഒന്നും ചെയ്യാൻ പോണ്ട. അമ്പലത്തില് ഒരു സാധാരണ ഭക്തനായി ചെന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. അവളെ നോക്കി പേടിപ്പിക്കുക, സംസാരിപ്പിക്കുക, ശല്യപ്പെടുത്തുക, ഇതൊന്നും നീ ചെയ്യാൻ പാടില്ല. നീ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കുക. ഓക്കെ, ചെല്ല്. ശരി, നീ പറയുന്നോണ്ട് മാത്രം ഞാൻ ചെയ്യാം. ദാ കുട്ടി, എന്താ മോനെ മര്യാദയ്ക്ക് ശയനപ്രദക്ഷിണം ചെയ്യാതെ നാഗനൃത്തം ചെയ്യാണോ നീ? ഏയ്, നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? ഈ പരിസരത്ത് നീ കണ്ടുപോരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ? എന്റെ ദേവിയെ കാണാൻ വന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? പാർവതി ദേവി, നീ വല്ലാതെ തമാശ പറയുന്നുണ്ടല്ലോ. അമ്പലത്തിലേക്ക് എന്തിനാ വന്നെന്ന് ചോദിച്ചിട്ട് നിങ്ങളല്ലേ ഇപ്പൊ തമാശ പറയുന്നത്?
നല്ല മനസ്സുള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിന്നെ പോലുള്ളവരൊന്നും വന്നിട്ട് കാര്യമില്ല. നടക്ക്, വേഗം ഇവിടെ ഇറങ്ങാൻ നോക്ക്. ഏയ് ശിവാനി, എന്തു പറ്റി? ഏയ് എന്താടാ, നീ പിന്നെ അവളെ ശല്യപ്പെടുത്തിയോ? ഇല്ല, ഞാൻ അമ്പലത്തിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എന്റെ തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ചെയ്ത പാവങ്ങൾക്കും എന്റെ മനസ്സിലുള്ള പാവങ്ങൾക്കും പരിഹാരം കാണാനാ ഞാൻ ദേവിയുടെ അടുത്ത് വന്നത്. ഇനി അങ്ങോട്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിക്കാൻ വന്നതാ. കണ്ടില്ല ശിവാനി, നോക്ക് എത്ര നല്ല പയ്യനല്ലേ, ഒരുപാട് മാറിപ്പോയി. ഓ, നിന്റെ മനസ്സ് മാറി, നീ നന്നായി. അമ്പലത്തിൽ വന്ന് ദൈവത്തെ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അതാർക്കും മനസ്സിലാവില്ലെന്നാണോ? ബാക്കിയുള്ളവർക്ക് അത്രയ്ക്ക് മന്ദബുദ്ധികളാണെന്നാണോ കരുതിയിരിക്കുന്നത്? ഇറങ്ങിപ്പോവാൻ. പാവം, അവനെ കാണുമ്പോ തന്നെ കഷ്ടം തോന്നുന്നില്ലേ? അമ്പലത്തിൽ വന്നൊരു ഭക്തനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ തെറ്റാണ് ശിവാനി. ആ നോക്കു മോനെ, നീ ഇപ്പൊ പൊക്കോ, എന്നിട്ട് പിന്നെ വാ. അപ്പൊ നീ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്ത് ദേവിയെ പ്രാർത്ഥിച്ചോ. ഓ, ഇവനെ പോലെ ഒരുത്തനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണോ നീ? അയ്യോ നോക്ക് ശിവാനി, ഇവൻ ദുഷ്ടനൊന്നുമല്ല, അമ്പലത്തിലേക്ക് വന്ന സാധാരണ ഒരു ഭക്തൻ മാത്രമാണ്. ഭക്തരെ നമ്മള് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. പ്ലീസ് അഭയ്, ഈ കാര്യത്തിൽ നിങ്ങൾ വെറുതെ ഇടപെടാൻ വരണ്ട. ഏയ് നടക്ക്. നാഗമാണിക്യത്തിന്റെ കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. സഹായിക്കാനായിട്ട് വന്ന കൃഷ്ണയും ദാക്ഷായനിയും സ്വാർത്ഥത കൊണ്ട് മരിച്ചും പോയി. ഗുരുവാണെങ്കിൽ മറ്റൊരു മാർഗം കാണിച്ചു തരുന്നുമില്ല. എന്താ ചെയ്യുക? ഇവിടെയാണെങ്കിൽ ആ നാഗറാണിയുടെയും ആദിശേഷന്റെ ഇടയെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുക. ഇവിടെയുള്ളവർക്ക് ഞാൻ ധനഞ്ജയനല്ല ദിഗ്വിജയനാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ അതെന്റെ ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കും. ഒരുപക്ഷെ ഇനി ഇവരെങ്ങാനും ഞാൻ ദിഗ്വിജയനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയും നാള് ഞാൻ ബുദ്ധി കൊണ്ട് കളിച്ച കളി എല്ലാം വെറുതെയായി പോകും. എനിക്കാണെങ്കിൽ ഈ വിഷയങ്ങൾ ആരോടും പറയാനും പറ്റുന്നില്ല. മാത്രമല്ല, ആ നാഗമാണിക്യം കൈക്കലാക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇനി എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? ഇനിയും എത്ര നാളെന്ന് കരുതിയ എങ്ങനെയെങ്കിലും ഈ വീട്ടിലെ ആരുടെയെങ്കിലും സഹായം തേടി അഭയ് എന്ന ആദിശേഷനെ എന്നിലേക്ക് അടുപ്പിക്കുക തന്നെ വേണം. എന്തെങ്കിലും ആവട്ടെ, ഒരു കാരണവശാലും ഈ വീട്ടിലുള്ള ആരും തന്നെ ഞാൻ ദിഗ്വിജയനാണെന്നുള്ള കാര്യം ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. ദിഗ്വിജയ് അങ്കിൾ. എന്താ വിളിച്ചത്? ദിഗ്വിജയ് അങ്കിൾ എന്നാ വിളിച്ചത്. മായ, ഞാൻ ദിഗ്വിജയനല്ല, ധനഞ്ജയനാണ്. അങ്ങനെ ആയിരിക്കാം, എന്നാൽ എന്റെ കണ്ണിൽ നിങ്ങളെ ദിഗ്വിജയ് അങ്കിളായിട്ടാ തോന്നുന്നത്. നോക്ക്, അത് നിന്റെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നമാണ്. എന്റെ കണ്ണ് എന്നെ ഒരിക്കലും ചതിക്കില്ല. പക്ഷെ നിന്റെ വാക്കുകൾ എന്നെ ഈയിടെയായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ല അങ്കിൾ, അത് കൂടുതൽ സംസാരിക്കണ്ട.
ചേട്ടൻ എവിടെ പോയി എന്നറിയാതെ ഞാൻ വിഷമിച്ചോണ്ടിരിക്കുമ്പോ നീ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ദിഗ്വിജയൻ എന്ന് എന്നെ വിളിച്ചോണ്ടിരുന്ന? അങ്കിൾ, നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ എന്ത് സംസാരിക്കാൻ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്നോട് നിങ്ങൾക്ക് പറയാം. ഞാനത് ആരോടും പറയില്ല. എന്താ അങ്കിൾ ആ രഹസ്യം? അത് നമുക്കിടയിൽ തന്നെ നിൽക്കും അങ്കിൾ. പറഞ്ഞോളൂ. നോക്ക്, നിന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് തന്നെ ഈ വീട്ടിലുള്ള ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രം. അത് മറന്നിട്ട് വലിയ അധിക പ്രസംഗം നടത്താൻ നിന്ന് കഴിഞ്ഞാ പിന്നെ നിനക്ക് താമസിക്കാൻ വേറെ സ്ഥലം നോക്കേണ്ടി വരും. മനസ്സിലായോ നിനക്ക്? ഇത് നിനക്കെന്റെ അവസാനത്തെ വാണിംഗ്. ഇവനെ എന്റെ വരുതിയിൽ നിർത്താമെന്ന് വിചാരിക്കുമ്പോ ഇവൻ ഒരു തരത്തിലും അടുക്കുന്നില്ലല്ലോ. ഞാനെങ്ങാനും നാഗലോകത്തു നിന്നും വന്നതാണെന്നറിഞ്ഞാൽ അയാൾ എന്നെയും കൊന്നുകളയും. എന്താണ് എന്താ ഇനി മുന്നോട്ടുള്ള വഴി? നോക്ക്, ഇന്ന് അവരെന്നോട് അങ്ങനെ പെരുമാറിയിട്ടും ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നന്നായിട്ടല്ലേ പെരുമാറിയത്? വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എനിക്ക് അവളെ കല്യാണം കഴിക്കാലോ. നല്ലവനെ പോലെ പെരുമാറുന്നത് വേറെ, നല്ലവനായി ജീവിക്കുന്നത് വേറെ. ഞാൻ നീ ഡീസന്റ് ആണെന്ന് വിശ്വസിച്ചു എന്ന് വെച്ച് അവളും അത് കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഏയ്, നോക്ക്, കുട്ടികളെ പോലെ ആവല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ പോലും അപ്ഗ്രേഡ് ആയി തുടങ്ങി. നിനക്ക് ഇത്രയും വയസ്സായില്ലേ, അതിന്റെ ബുദ്ധിയെങ്കിലും കാണിച്ചൂടെ? അല്ലാതെ എടുത്തു ചാടി മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ. ശരി, ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ആദ്യം നീ അവളുടെ ഡെയിലി റൂട്ടീൻസ് എല്ലാം അറിയണം. റൊട്ടീനോ എന്ന് വെച്ചാ? അതും ഞാൻ പറഞ്ഞു തരണോ? ഇതെല്ലാം അത്ര പെട്ടെന്നൊന്നും നടക്കില്ല. കുറച്ച് സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് നാളെ മുതല് ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ നീ ചെയ്യണം. ആദ്യം നിന്റെ ഈ വീർപ്പിച്ചു വെച്ച മുഖമില്ലേ, അതങ്ങോട്ട് മാറ്റ്. എന്നിട്ടൊന്ന് ചിരിക്ക്. മോഹിനി, എന്താണിത് ശേഷനാഗ? എന്താണ് മുഖത്തിത്ര സന്തോഷം? ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം നടന്നുവോ? ആ കന്യകയോടൊപ്പം നിന്റെ കല്യാണം? ഇല്ല, എന്നാ അത് സംഭവിക്കും. ആ വിശ്വാസം എനിക്ക് വന്നു തുടങ്ങി. എന്നാൽ ഈ സന്തോഷ വാർത്ത നിന്നോട് പറയാൻ വേണ്ടി വന്നതാ മോഹിനി. ഇത്രയും നാളായി നിനക്ക് വിശ്വാസമേ വരുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിശ്വാസം വന്നെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടായി കാണുമല്ലോ ശേഷനാഗ. ആ കന്യകയ്ക്ക് നിന്നോടെങ്ങാനും പ്രണയം തോന്നിയോ? ഇല്ല. എന്നാൽ ഭൂമിയിലുള്ളവർ എന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന് കരുതിയിരുന്നു. അതുപോലെ ഈ മനുഷ്യരെന്നെ ഒരുപാട് ദ്രോഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരും എന്നെ സഹായിക്കില്ലെന്ന് വരെ ഞാൻ കരുതിപ്പോയി. എന്നാ എന്നെ സഹായിക്കാൻ എനിക്ക് ഒരാളെ കിട്ടി. അതെയോ? ഭൂമിയിൽ എത്ര നല്ല ആൾക്കാരുണ്ടോ? അതെ മോഹിനി, അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടി. വളരെ നല്ലവനവൻ. എനിക്ക് ഭൂമിയിലുള്ളവരെ കാണുമ്പോ എനിക്ക് ദേഷ്യമായിരുന്നു. ഇവിടുത്തെ മനുഷ്യരെല്ലാം എനിക്ക് എന്റെ ശത്രുക്കളെ പോലെ തന്നെയാണ് തോന്നിയത്. അവരാരും എന്നെ സഹായിക്കില്ലെന്ന് പോലും ഞാൻ കരുതി. എന്നാ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. മോഹിനി, അവനെ ഒന്ന് കണ്ടു കഴിഞ്ഞാ അവനോടൊരു ഇഷ്ടം തോന്നും, ബഹുമാനിക്കാൻ തോന്നുന്നു. ഇങ്ങനൊരു ബഹുമാനം തോന്നിയിരുന്നത് എന്റെ ജ്യേഷ്ഠൻ ആദിശേഷനെ കാണുമ്പോൾ മാത്രമായിരുന്നു. എന്നാ അതേ തോന്നൽ ഭൂമിയിലുള്ള ഒരാളോട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? നീ അവനല്ല അല്ലേ? അവനല്ലെന്ന് പറഞ്ഞ? നീ എന്റെ തൃശ്ശൂലല്ലെന്ന്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഞാൻ അഭയാണ്, തൃശ്ശൂലല്ല. വല്ലാത്തൊരു തെറ്റിദ്ധാരണ എനിക്ക് വന്നത്. ഞാൻ എന്താ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം?
സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് തൃശൂൽ. അവരെ ആരെങ്കിലും ശല്യം ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ നിങ്ങളോ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ നീ? ഛേ, നിങ്ങൾ എന്റെ തൃശൂലാണെന്ന് ഞാൻ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുതായിരുന്നു. അല്ല, ഞാനെന്താ അങ്ങനെ ചിന്തിച്ചേന്നാ? ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവനും അവനെ സഹായിക്കാൻ വരുന്നവനും തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു പോലീസ് അധികാരി എപ്പോഴും സമൂഹത്തിലെ അനീതികൾ തുടച്ചുമാറ്റി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കണം. പക്ഷെ ഇന്ന് അമ്പലത്തിൽ വെച്ച് നിങ്ങൾ അയാളെ സഹായിക്കുന്നത് കണ്ടപ്പോ ശരിക്കും നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണോന്ന് എനിക്ക് സംശയം തോന്നുന്നു. എവിടെ അന്യായം കണ്ടാലും എന്റെ തൃശ്ശൂൽ ഒരിക്കലും പ്രതികരിക്കാതിരുന്നിട്ടില്ല. എന്നിട്ട് നിങ്ങളെ ഞാൻ തൃശ്ശൂലാണെന്ന് വിചാരിച്ചു പോയല്ലോ.